ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജാസി ആഷിഖ്. അപ്പോൾ ഈ മലയാളികളെ മൊത്തം പൊട്ടന്മാരാക്കിയിട്ട് ഈ ജാസി ഈടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. താൻ 5 മാസത്തോളം ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ആളുകളൊക്കെ അത് സത്യമാണോ അല്ല അത് കള്ളം പറയുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോ ചെയ്തു. ഇപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് ജാസി ഗർഭിണിയാണ് എന്ന് പറഞ്ഞ ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ആണ്, സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി, ഞാൻ നുണ പറയുന്നല്ല. സീരിയസ്ലി, ഞാൻ വെറുതെ പറയാ, ഫേക്ക് അല്ല അത്. ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തു വന്നത്. ഞാൻ ചുരിദാറിൽ ഇടാറ്. സാരി എടുത്തു വന്നത് എന്താ, അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വയറ് കാണത്തില്ലേ? ഞാൻ തമാശ പറയല്ലോ കേട്ടോ. നിങ്ങളിപ്പോ ചിരിക്കുന്നില്ലേ? നിങ്ങൾ കുറച്ച് ദിവസം അല്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ, ഈ വീഡിയോ ഒരു ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തിട്ട് ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളൊക്കെ അത് കണ്ടത്. അതങ്ങനെയാണ് അത് സമൂഹത്തിൽ പ്രചരിച്ചത്. എന്നാൽ ഇപ്പോൾ എന്തായാലും ഈ ഗർഭിണിയാണ് എന്ന കാര്യം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തി ജാസി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഞാനൊരു കുട്ടിയെ ദത്തെടുക്കുകയാണ്. ഞാൻ ദത്തെടുക്കുന്ന കുട്ടിയെ ഞാൻ ദത്തെടുക്കാന്ന് പറയാൻ എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു കുട്ടിയെ ദത്തെടുക്കുകയാണെങ്കിൽ ഐ എം പ്രൗഡ് ടു സേ ഐ എം മദർ. ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നതാണ്. കാരണം നാളെ എന്റെ ഈ വീഡിയോ എന്റെ കുട്ടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ദത്തെടുത്ത കുട്ടിയെന്ന് അറിയേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ എനിക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ സരോഗ്രസി വഴിയാണ് കുട്ടികളെ ഉണ്ടാക്കേണ്ടത്. അതൊരു ഞങ്ങൾ പേഴ്സണൽ ഞങ്ങളുടെ ലൈഫിൽ വളരെ പേഴ്സണൽ കാര്യമാണ്. അപ്പൊ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ആ സാധനം. അപ്പൊ ഫേമസ് ആവാണെങ്കിൽ നടക്കട്ടെ. ചേച്ചി കുറെ പറഞ്ഞു, എനിക്ക് പ്രീ പ്രൊമോഷൻ അല്ലേ, നല്ല കാര്യം. അപ്പോൾ ഇവൻ്റെ അല്ല ഇവളുടെ എന്താ പറയുക, എന്തായാലും പൊള്ളത്തരം ജനങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ വീഡിയോ ചെയ്തവർക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് ജാസി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടി കണ്ടുവരാം. ആന്റിനോട് ആന്റി പറഞ്ഞ ജാസി ഇങ്ങനെ സ്ത്രീ ആവുന്നത്, ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ഇവിടെ, നിങ്ങൾ എങ്ങനെ സ്ത്രീ ആവും? അപ്പോൾ ഞാൻ സ്ത്രീയല്ല, ഞാൻ പുരുഷനല്ല. ഓക്കെ, സമ്മതിച്ചു. അപ്പൊ നിങ്ങൾ സ്ത്രീയാണോ? അമ്മയാവാൻ പറ്റുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു അമ്മയായ മാത്രമാണോ ഒരു പൂർണ്ണതയുള്ള സ്ത്രീ ആവത്തുള്ളൂ? അങ്ങനെയാണെങ്കിൽ ഈ അമ്മയാവാത്ത സ്ത്രീകളൊന്നും പൂർണ്ണതയുള്ള സ്ത്രീകളെ എനിക്ക് പ്രസവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പ്രസവിക്കോ എന്ന് ഞാൻ എവിടെയും പറഞ്ഞില്ല. ഞാൻ അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ സരോഗ്രസി വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തിട്ടായിരിക്കാം. എന്റെ കുട്ടീനെ ഞാൻ അഡോപ്റ്റ് ചെയ്താന്നുള്ളത് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ പറയുന്നത് ഞാനൊരു അമ്മയാവാൻ പോകുന്നു എന്നാണ്. ഞാനൊരു കാര്യം, സ്വന്തം പ്രസവിച്ച കുട്ടികളെ കൊന്നു കളയുന്ന സ്ത്രീകളുള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം ഭർത്താവിന് അല്ലെങ്കിൽ പാർട്ട്ണറിന് വിഷം കൊടുത്തിട്ട് കൊല്ലുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ ചുറ്റും. സ്വന്തം അച്ഛനെയും അമ്മനെയും തള്ളി പറഞ്ഞ് വേറൊരു ആൾക്കാരെ കൂടെ പോകുന്ന പല സ്ത്രീകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊന്നും സ്ത്രീത്വത്തെ അപമാനിച്ചവരല്ലേ? ഞാൻ ഈ പറഞ്ഞത് മാത്രമാണോ ശ്രദ്ധിക്കുന്നത്? ഞാൻ ഇന്ന് പറഞ്ഞ നിലപാടിൽ ഞാൻ ഇപ്പോഴും ഓർത്ത് നിൽക്കുന്നത്. ഞാൻ ഒരു അമ്മയാവാൻ പോവാണ്. കുറെ അവഗണനകൾ കിട്ടുന്നത് കൊണ്ടാണ് ജാസ്തി അങ്ങനെ തോന്നുന്നത്. എനിക്കറിയില്ല. എന്താണ് മാവിലെ ആൾക്കാരെ കല്ലെറിയുള്ളൂ. അപ്പൊ പിന്നെ കുറെ ആൾക്കാർ ജാസിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കിട്ടും. അപ്പൊ ജാസിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ജാസിനെ കുറിച്ച് ചെയ്താൽ കുറച്ച് റീച്ച് കിട്ടും. അങ്ങനെ കുറച്ച് ഓൺലൈൻ ഇന്റർവ്യൂ മീഡിയാസ് ഇറങ്ങിയിട്ടുണ്ട്. അവര് കുറെ ട്രാൻസ് കുട്ടികളെ കൊണ്ടു ഇരുത്തും. ചോദിക്കുന്നത് മുഴുവൻ എന്റെയും ആഷ്ട കാര്യങ്ങളാണ്. എന്ത് മണ്ടത്തിലാന്ന് ഞാൻ ആലോചിച്ചത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. ഞാൻ പ്രതികരിച്ച് അവർക്ക് റീച്ച് കൊടുക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇവൻ ഈ മലയാളികളെ കുറിച്ച് അല്ലെങ്കിൽ മലയാളികളെ മൊത്തം പൊട്ടന്മാരാക്കുന്ന ഈ ഡ്രാമ കളിച്ചുകൊണ്ട് നാടകം കളിച്ചുകൊണ്ട് ഇവന് സമൂഹത്തിൽ എന്ത് പേക്കോത്തും കാട്ടി നടക്കാമെന്ന് വിചാരിച്ച് നടക്കുന്ന ഈ വ്യക്തിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചാണ്. എന്നാലും ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓരോരോ പൊട്ടത്തരം കൊണ്ട് ഓരോ പ്രശ്നം കൊണ്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് എല്ലാവരും വിമർശിച്ചുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും വീഡിയോ ചെയ്യും. അതാണ് ഇവൻ്റെ പരിപാടി. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.